ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ എന്നോടൊപ്പം ചേരുന്നത് പി സി ജോർജ് ആണ്. ബി ജെ പിയിലെത്തിയ പി സി ജോർജ് എന്നോടൊപ്പം സംസാരിക്കുകയാണ്. എങ്ങനെയുണ്ട് കേരളത്തിലെ ഒരു മൊത്തം വിജയം? കേരളത്തിൽ ഒരു ഭയങ്കര വിജയമല്ലേ ഉണ്ടായി. കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന് പറഞ്ഞു. അക്കൗണ്ട് തുറന്നു എന്ന് മാത്രമല്ല, നമ്മുടെ തിരുവനന്തപുരം വളരെ ചെറിയ വോട്ടിന് പോയി. അത് സമുദായത്തിൽ ഒരു ചെറിയ വിഭാഗം മത്സ്യത്തൊഴിലാളി മേഖലയിലുണ്ടായ അപജയമാണ്. പിന്നെ നമ്മുടെ മുൻമന്ത്രി നമ്മുടെ മുരളീധരൻ എന്നാ വലിയ മുന്നേറ്റം നടത്തിയിരിക്കുന്നു. അതുപോലെ നമ്മുടെ സഹോദരി നമ്മുടെ ശോഭാ സുരേന്ദ്രൻ എന്ന് മാത്രമല്ലെന്ന്, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എടുത്ത് നോക്കിയാൽ ബി ജെ പിക്ക് അനുകൂലമായ വലിയൊരു ട്രെൻഡാണ്. സി പി എമ്മും ആയിട്ടൊരു വ്യത്യാസമില്ലാന്നില്ലെങ്കിൽ സി പി എം തകർന്നു പോയെന്ന് ഓർക്കണം. ആ സാഹചര്യത്തിൽ ബി ജെ പിക്കുള്ള ഭാവി വളരെ വലുതാണ്. ഓൾ ഇന്ത്യ ലെവലിൽ സ്വല്പം ഇടിവുണ്ടായിരുന്നു. അത് വളരെ നന്നായി എന്ന് എൻ്റെ അഭിപ്രായം. കാരണം അഹങ്കാരം പാടില്ല എന്ന് പാർട്ടി പ്രവർത്തകർ ഓർമ്മിപ്പിക്കാൻ അത് നല്ലതാണ്. അതുകൊണ്ടാണ് ദുഃഖമുണ്ട് സീറ്റ് കുറഞ്ഞതിൽ. പക്ഷേ ഒരു സങ്കടമില്ല. കാരണം മോദി തന്നെ പ്രധാനമന്ത്രിയായി, പിന്നെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അത് ഇനിയെങ്കിലും പ്രവർത്തകർ ശ്രദ്ധിക്കണം. ഒരു മുന്നറിയിപ്പ് ദൈവം തന്നിരിക്കുക. അതനുസരിച്ച് പ്രവർത്തിച്ചാൽ കേരളം മുന്നോട്ട് വരുന്ന പോലെ തന്നെ ഇന്ത്യയിലും ഇനിയും കൂടുതൽ മുന്നോട്ട് വരാൻ കഴിയും. വേറൊരു കാര്യമല്ല, കേരളത്തിലെ മൊത്തം എടുത്തു ഈ സ്ഥാനാർത്ഥി നിർണ്ണയം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ തൃശ്ശൂർ നമ്മുടെ സുരേഷ് ഗോപി അല്ലാതെ വേറൊരാളെ കൂടെ നിർത്തി എങ്ങനെയിരിക്കും? അതുപോലെ ഒറ്റ എണ്ണമുള്ളൂ. ഞാൻ സ്ഥാനാർത്ഥി നിശ്ചയിക്കുന്ന ഒറ്റ ഉള്ളൂ. പാർട്ടി നേതാക്കന്മാർക്ക് അവരുടെ മണിയടിക്കുന്നതിന് ആരെയും നിർത്താമെന്നൊക്കെ വെച്ചാൽ പോകണം. യു പിയിൽ എന്താ സംഭവിച്ചത്? ആ ഗതികളുണ്ടായിരിക്കാൻ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഒരു സ്ഥാനാർത്ഥിയെ തിരിക്കുന്നതിന് മുമ്പ് ആ മേഖലയിൽ ജനബന്ധമുള്ള ജനങ്ങളുടെ അംഗീകാരമുള്ള ആളെ പിടിച്ചു നിർത്തണം. കണ്ടിട്ടും കേട്ടിട്ടില്ലാത്ത ആളെ പിടിക്കൊണ്ട് സ്ഥാനാർത്ഥി ഇട്ട് എന്ത് ചെയ്യും? ഉദാഹരണം പറഞ്ഞാൽ പത്തനംതിട്ട. ഉദാഹരണമൊന്നും ഞാൻ പറയുന്നില്ല. ആ ഉദാഹരണം പത്തനംതിട്ട എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട താഴെ പോയി സമ്മതിച്ചു. ഞാൻ ഉദാഹരണം ചെയ്യുന്ന പൂഞ്ഞാർ MLA എന്നതിൽ ഞാൻ ജോലി ചെയ്യുന്ന തെറനാട് പഞ്ചായത്ത് ഈ അനിലാണ് 2ാം സ്ഥാനത്ത്. അവിടെ കണ്ടിട്ടുള്ള ജനവിൽ എന്നിട്ട് 2ാം സ്ഥാനത്ത് വരുത്തി. പൂഞ്ഞാർ 1ാം സ്ഥാനത്ത്, നമ്മൾ പൂഞ്ഞാർ തെക്കക്കര 2ാം സ്ഥാനത്താണ്, തീക്കോയി 2ാം സ്ഥാനത്താണ്. ആ നിലയിലേക്ക് ഈ മേഖല ഉയർത്താൻ നമുക്ക് പറ്റി. പക്ഷേ മുണ്ടക്കൈ ഉൾപ്പെടെ ആ മേഖല മുഴുവൻ തകർന്നു പോയി. കാരണം സ്ഥാനാർത്ഥിയായിട്ട് ബന്ധമില്ല. ഇവിടെ ജയിച്ച ആൻഡോ 3 പ്രാവശ്യം MA ആയിരുന്നവനാണ്. അയാൾ വ്യക്തിപരമായിട്ട് ഈ പൂഞ്ഞാറ് മേഖല അയാൾ ബന്ധപ്പെടാത്ത ഒരു വീടില്ല. സ്വാഭാവികമായിട്ട് ഇത്രയും വലിയ വിജയം പോരാ ഇപ്പോഴത്തെ നില. കാരണം ഐസക്ക് CPM ഐസക്ക് CPM-കാർക്ക് തന്നെ ഇഷ്ടമില്ലാത്ത ഒരു ഐസക്ക് പ്രത്യേകിച്ച് ആലപ്പുഴക്കാർക്ക് ഈ നാടുമായിട്ട് ബന്ധമില്ല. പക്ഷെ ബുദ്ധിയും മാന്യനുമാണ്, അതിനൊന്നും തർക്കമില്ല. പക്ഷെ ഐസക്ക് ഒരു കാൻഡിഡേറ്റ് എന്ന നിലയിൽ പത്തനംതിട്ട വിജയമായിരുന്നില്ല. ആ നിലയ്ക്ക് ഈ അനിലിന് മൊത്തം എല്ലായിടത്തും കുറഞ്ഞിട്ടുണ്ട്. ഈ സുരേന്ദ്രൻ 3 ലക്ഷം പിടിച്ചു സംസ്ഥാനത്തൊട്ട്. ഇപ്പം ആലത്തൂരൊക്കെ കണക്കെടുത്ത 1 ലക്ഷം വോട്ട് പുതിയൊരാളായിട്ട് പോലും TN സരസ്വതിന് പിടിച്ചു. ഞാൻ പറയാം, ജയിക്കേണ്ട സീറ്റാണ് പത്തനംതിട്ട. കഴിഞ്ഞ സുരേന്ദ്രന് കിട്ടിയ വോട്ടെന്ന് പറഞ്ഞാൽ വേറെ പതയുണ്ട്. ശബരിമല ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇപ്പം ശബരിമല ഇല്ലെങ്കിൽ പോലും മുന്നേറിയിട്ടുണ്ട്. ആ മുന്നേറ്റം നമുക്ക് ഉണ്ടാകേണ്ടതായിരുന്നു. എൻ്റെ ഈ മേഖലയെ ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് പറ്റി. മറ്റുള്ള മേഖലയെ തകർന്നു പോയി. ഇവിടെ ഒരു 3000 വോട്ട് സുരേന്ദ്രന് കിട്ടിയതെന്ന് കുറഞ്ഞിട്ടുണ്ട്. 27,000 എത്തിയിട്ടുള്ളൂ. അത് ശരിയാന്നേ. പക്ഷെ ഞാൻ പറഞ്ഞ നമ്മുടെ ഉൾപ്പെട്ട മേഖല ഞാൻ പറഞ്ഞു. ഇപ്പം ഈ പൂഞ്ഞാറ്, എൻ്റെ ഈ വീടിരിക്കുന്ന തൊട്ടപ്പുറത്തായി പൂഞ്ഞാറ്. അവിടെ 1ാം സ്ഥാനത്ത് വന്നു. ഈ അനിൽ ആന്റണി അല്ലായിരുന്നുവെങ്കിൽ ഇപ്പം ശ്രീധരൻ പിള്ളയുടെ പേരിടയ്ക്ക് കേട്ടിരുന്നു, PC താങ്കളുടെ പേര് കേട്ടിരുന്നു. ഇവിടെ ഒരു അട്ടിമറി സാധ്യമായിരുന്നോ? ഈ അനിൽ ആന്റണി നല്ലൊരു ചെറുപ്പക്കാരനാണ്, അറിവുള്ളവനാണ്, വിവരമുള്ളവനാണ്. പക്ഷേ അനിൽ ആന്റണിയെ പറ്റി ജനങ്ങൾക്കറിയില്ല. കേരളമായിട്ടൊരു ബന്ധമില്ല. മുകളിൽ നിന്നിങ്ങനെ കെട്ടിയിറക്കിയ ഒരു സ്ഥാനാർത്ഥി എന്നാണ് പേരുദോഷം വന്നത്. അത് മാറ്റിയെടുക്കാൻ തന്നെ നമുക്ക് സമയം കിട്ടിയില്ല. പിന്നെ ഒരു മനുഷ്യനും അറിയില്ല. മലയാളം നല്ലോണം പ്രസംഗിക്കാൻ അറിയത്തില്ല. അതുകൊണ്ട് കഴിഞ്ഞ നടന്ന സുരേന്ദ്രൻ തന്നെ അങ്ങ് നിന്നായി ജയിച്ചേനെ ഇത്തവണ. ഈ PC പറയുവാടൊന്നുമില്ല, സുരേന്ദ്രൻ തന്നെ ജയിച്ചേനെ. താങ്കൾ നിന്നാലും ജയിക്കും എന്നൊരു പോട്ടെ, ഞാൻ നിന്നില്ലല്ലോ. ഇപ്പം ഞാൻ എൻ്റെ കാര്യം പോട്ടെന്ന് ഞാൻ പറയാം. സുരേന്ദ്രൻ എന്നാ ജയിച്ചേനെ, ശ്രീധരൻപിള്ള എന്നാ ജയിച്ചേനെ, ഒരു സംശയം വേണ്ട. ഈ പെട്ടെന്ന് ആളുകളെ കെട്ടിയിറക്കുന്നത് ഇനിയെങ്കിലും മാറ്റണം എന്നൊരു അഭിപ്രായം? ഉണ്ട്. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് സ്ഥാനാർത്ഥി നിശ്ചയിക്കുമ്പം എല്ലാ രാഷ്ട്രീയ പാർട്ടിയും അതിൻ്റേതായ മാന്യത നിലനിർത്തിയില്ലെങ്കിൽ അപകടം ഉണ്ടാവും. UP ഉണ്ടായ എന്താ? അത് തന്നെയാണ് ഇപ്പോൾ പത്തനംതിട്ട.
ഈസി ആയിട്ട് യു ഡി എഫിൻ്റെ BJPക്കും NDAക്കും കിട്ടുന്ന സീറ്റാണ് കൊണ്ടുപോയി നശിപ്പിച്ചിരിക്കുന്നത്. പിന്നെ NDA എന്ന് പറഞ്ഞ പല ആരുണ്ട്? NDA എന്ന് പറഞ്ഞ വോട്ടുള്ള ആരുണ്ട്? BJP തന്നെ വല്ലവരുണ്ടോ? ഒന്ന് പറയുന്നുണ്ടോ? എനിക്ക് ചിരി വരുന്നു, ഞാൻ പറയുന്നില്ല. കണ്ടല്ലോ എന്തായാലും ഉണ്ടെന്ന്. അതിനെക്കുറിച്ചൊന്ന് താങ്കൾ തന്നെ പറയേണ്ട. 5 ലക്ഷം വോട്ട് SNDPക്ക് ഉണ്ട്. പക്ഷേ ഏതാണ്ട് 1.65 തുഷാർ വെള്ളാപ്പള്ളി എത്തിയത്. അത് കഴിഞ്ഞ തവണ BJP കിട്ടിയ വോട്ടിൻ്റെ ചെറിയ ഒരു ശതമാനം വന്നിട്ടുള്ളൂ. അത് തുഷാർ അല്ല കഴിഞ്ഞ തവണ നിന്നപ്പോൾ കോട്ടയത്ത് കിട്ടിയ സീറ്റില്ലേ, ആ വോട്ട് എത്രയാ? ആ വോട്ടിനൊക്കെ ചെറിയൊരു വർധനം ഉണ്ടായിട്ടുണ്ട്. 10,000 വോട്ട്. അപ്പോൾ വർത്താനം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആ 10,000 വോട്ടാണ് SNDPയുടെ എന്ന് പറഞ്ഞ് നാണം വേണ്ടേ? എന്തിനാണ് ഈ NDAയുടെ ഘടകകക്ഷിയാന്ന് പറയുന്നത്? അതായത് ഈഴവരുടെ മാർപ്പാപ്പയാണെന്നാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്ന നിന്ന് സ്ഥാനാർത്ഥി എത്ര കോടി രൂപ അടിച്ചു പൊളിച്ചു. എന്നിട്ട് എവിടെ പോയി? എന്നെ കയറ്റണമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്നും മിണ്ടുന്നില്ല, എനിക്ക് മിണ്ടുന്നില്ല. അയക്കിടക്ക് ഗതികേടുന്നല്ല. അയാൾ NDAയുടെ നേതാവാന്ന് വേണമെങ്കിട്ട് ആകെപ്പാടെ അയക്ക് SNDPയോട് കിട്ടിയ വോട്ട് 10,000. 5 ലക്ഷം വോട്ടുണ്ട്, 4.5 ലക്ഷം ഈഴവ വോട്ടുള്ളിടത്ത് ഈ ഗതികേട്. എന്താണ് ഈഴവർ അദ്ദേഹത്തെ കൈവിടിഞ്ഞെന്നാണ് താങ്കൾ വിലയിരുത്തുന്നത്? അത് അയാൾ തന്നെ ഒന്ന് പഠിക്കട്ടെ. അയാൾ വെള്ളാപ്പള്ളി കൂടി ഇരുന്നൊന്ന് പഠിക്കണം. ഒരാഴ്ചത്തേക്ക് ഒരു ഹോംവർക്ക് ചെയ്യട്ടെ. എന്നിട്ട് ഇറങ്ങി മനുഷ്യനോട് പെരുമാറാൻ പഠിക്കട്ടെ, മനുഷ്യനോട് സംസാരിക്കാൻ പഠിക്കട്ടെ. പണം എവിടെന്നെങ്കിലും കള്ളപ്പണമോ എവിടെന്നെങ്കിലും പണം ഉണ്ടായാൽ ആരെ എന്തും ചെയ്യാം, ഏതും വിലക്കെടുക്കാമെന്നുള്ള അഹങ്കാരമൊക്കെ മാറ്റിയാൽ സ്വാഭാവികമായിട്ട് തീരുമാനമുണ്ടാവും. മനസ്സിലായി? ഇവിടെ മാത്രമല്ല, BDJസിന്റെ കണക്കിൽ ഇപ്പോൾ ചാലക്കുടി നോക്കും 4ാമതെത്തി. അതെന്താണ്? 4ാമത് അത് കൊണ്ട് സ്ഥാനാർത്ഥി ഈ BDJസിനെ മുന്നണിയിൽ നിന്നേ കളയണമെന്ന് എൻ്റെ അഭിപ്രായം. പച്ചയ്ക്ക് ഞാൻ പറയുക, വല്ല കാര്യമുണ്ട്? എന്തിനീ BDJസ്? മനുഷ്യൻ വല്ലതും ഉണ്ടോ? SNDP ആയിട്ട് നല്ല ബന്ധപ്പെടം ഉണ്ടാക്കണം. SNDP ഈഴവ സമുദായം നല്ല ശക്തമാണ് കേരളത്തിൽ. ആ സമുദായമായിട്ട് നല്ല ബന്ധം സ്ഥാപിച്ച് BJP പോകണം. അതിലൂടെ അല്ല BDJസ് പറഞ്ഞ ഒരു കുറുക്കനും കിട്ടുകയില്ല. ഇതിപ്പോൾ കണ്ടല്ലോ. താങ്കൾ ഈ മുന്നണി യോഗത്തിലൊക്കെ ഈ കാര്യങ്ങൾ പറയുമോ? അല്ലെങ്കിൽ ഞാൻ അതിലേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല. പറയേണ്ടത് പറയുന്ന സ്വഭാവമാണ് എനിക്കുള്ളത്. അത് പറയും. എന്താണ് BJP സംസ്ഥാന നേതൃത്വത്തോട് ഈ ഒരു തെരഞ്ഞെടുപ്പ് അവലോകനം നടത്തി താങ്കളുടേതായ ഒരു സീനിയർ ലീഡർ എന്നുള്ള നിലയിൽ നൽകുന്ന ഒരു ഉപദേശം? അത് അവരോട് നേരിട്ട് പറഞ്ഞോളൂ. അത് പരസ്യമായിട്ട് ചാനലിലൂടെ ഉപദേശിക്കാൻ പറ്റുകയുള്ളൂ. അത് അവരോട് നേരിട്ട് പറയും, ഒരു സംശയം വേണ്ട. സുരേന്ദ്രൻ വയനാട്ടിൽ നടത്തിയ പ്രകടനത്തെ എങ്ങനെയാണ് കാണുന്നത്? സുരേന്ദ്രൻ വയനാട്ടിൽ നടത്തിയ പ്രകടനത്തെ ഞാൻ അഭിമാനത്തോടെ കാണുന്നു. ഞാൻ 3 ദിവസം ഞാൻ ഉണ്ടായിരുന്നു വയനാട്ടിൽ. എന്താ സുരേന്ദ്രൻ എന്നെ വിളിച്ചു ഒന്ന് നിൽക്കാമെന്ന് ചോദിച്ചു. അവിടെ ഞാനവിടെ നിൽക്കാതിരിക്കാൻ കാരണം ഈ മുസ്ലിം വിരോധം എന്ന് പറഞ്ഞ് പ്രചരണം ഉണ്ടാക്കി എന്നെ പാവപ്പെട്ട എത്രയോ മാന്യമായ സമുദായ മുസ്ലിം സമൂഹം, ആ മുസ്ലിം സമൂഹത്തിന് എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിരിക്കുക. അപ്പോൾ വയനാട് സീറ്റിൽ 4 എണ്ണം മലപ്പുറമാണ്. അപ്പോൾ ഞാനവിടെ കയറിയിരിക്കാൻ മുസ്ലിം സമൂഹം N ബ്ലോക്കായിട്ട് എന്നെ എതിർക്കും. കാരണം ഇപ്പോഴത്തെ സാഹചര്യം അതാ. ഞാനൊരു തെറ്റും ചെയ്തിട്ട് അല്ലെങ്കിൽ മനഃപൂർവ്വം എനിക്കെതിരായിട്ട് ഉണ്ടാക്കിയ കള്ളപ്രചരണം അവരെ ആ സമുദായത്തെ അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. അത് മാറ്റിയെടുക്കാൻ സാഹചര്യം കിട്ടാതെ എനിക്കവിടെ വയനാട് നിൽക്കാൻ പറ്റില്ല. ഞാൻ നിന്നേനെ. ഏതായാലും സുരേന്ദ്രൻ തൻ്റെ ഇടമായിട്ടൊന്ന് പാർട്ടി തീരുമാനം ഫൈറ്റ് ചെയ്തു, കിട്ടാവുന്ന വോട്ട് മേടിച്ചു, മതി, ഒരു കുഴപ്പമില്ല. 11 ഒന്നാമതെത്തിയിട്ടുണ്ട്. ഇപ്പം V മുരളീധരൻ്റെ ഒക്കെ പ്രകടനമാണ് എടുത്തു പറയേണ്ടത്. ശോഭ, ഇനിയൊരു നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ എന്തായിരിക്കും PC സാധ്യത? 2026 30 കൂടുതൽ സീറ്റോടുകൂടി BJP ആയിരിക്കും കേരളത്തിലെ മുഖ്യമന്ത്രി ആരെന്ന് നിശ്ചയിക്കുന്ന കക്ഷി. ഒരു സംശയം വേണ്ട. ഈ ഒരു കോൺഫിഡൻസ് ഇതേപോലെ പ്രചരണം തുടരുമോ? എന്താ സംശയം? ഞാനിപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം ഇറങ്ങുക, വീട്ടിൽ നിന്ന് ഇറങ്ങുക, നിങ്ങളെ കണ്ടുകൊണ്ടിരുന്നതാണ്. ഞാൻ പോവുക. രാഷ്ട്രീയമായ കാര്യങ്ങൾ തന്നെ, BJPയുടെ കാര്യത്തിന് തന്നെ പോകുന്നത്. BJPയിൽ തന്നെ ഉറച്ചു നിൽക്കുമോ? അതിലൊരു എന്താ സംശയം? ഞാൻ അങ്ങനെയോടത്തും ഞാൻ ഇന്നൊരു പാർട്ടിയും ചേർന്നിട്ടില്ല. ഈ ഒരു ഉദാഹരണം, കേരള കോൺഗ്രസ് പാടില്ല, പിരിച്ചുവിടണമെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ തന്നെ പിരിച്ചുവിട്ടില്ലേ? ഞാൻ പറഞ്ഞത് ശരിയായല്ലോ. കോട്ടയത്ത് ജോസ് കെ മണി തീർന്നോ? അതിന് രാജ്യസഭയും തീർന്നു. ഇപ്പോൾ എവിടെ പോയി നിൽക്കും? തീർന്നു, ആ പാർട്ടി തീർന്നു. CPM കൊടുക്കില്ലേ രാജ്യസഭാ സീറ്റ്? അതിന് മടയന്മാരാണോ CPM? രാഗപ്പാടെ ലോകസഭ 4 ഉള്ളൂ. ഇനി ഒരു രാജ്യസഭയെങ്കിലും ഉണ്ടാക്കാൻ നോക്കാതിരിക്കുമോ? അത് കൊടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ വേറൊന്ന്, ജോസഫ് ഒരു സീറ്റ് ഇപ്പോൾ പാർലമെൻറ്റ് കിട്ടിയതിനും പറഞ്ഞു നടക്കുക. എവിടെ ഇരിക്കും സാധനം? ഒരു വാർഡ് കമ്മിറ്റി പറ. എവിടെയെങ്കിലും കേരളത്തിൽ ഏതെങ്കിലും നീളത്തിൽ തൊടുപുഴ ആ പ്രാന്തപ്രദേശത്തല്ലാതെ വേറെ എവിടെയെങ്കിലും ഒരു വാർഡ് കമ്മിറ്റി ഉണ്ടോ? ഈ സാധനം പിരിച്ചു വിടണമെന്ന് കേരള കോൺഗ്രസ് പറഞ്ഞ് ജോസഫും ദൈവത്തെ ഓർത്ത് ഈ പണി നിർത്തുക. ജോസഫ് നിർത്തി. ചുമ്മാ ഒരു പാവപ്പെട്ട ഒരു പയ്യനുണ്ട്, മകൻ, അവനും കൊണ്ട് നടക്കുന്ന പോട്ടെ, അവന് പാവം ചേർക്കാൻ. ഞാൻ പറഞ്ഞ എന്തിന്? കേരള കോൺഗ്രസ് ഉണ്ടായതാണ് കത്തോലിക്കിൻ്റെയും ക്രിസ്ത്യാനിയുടെയും കഷ്ടകാലം. ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസിനകത്ത് നിന്ന് കോൺഗ്രസ് ക്രിസ്ത്യാനി എപ്പോഴും മാന്യമായി സ്വീകരിച്ചൊരു പാർട്ടിയാണ്. പക്ഷേ കോൺഗ്രസ് ക്രിസ്ത്യാനി എല്ലാം കൂടെ കേരള കോൺഗ്രസ് കൊണ്ട് പോയപ്പോൾ സ്വാഭാവികമായിട്ട് മറ്റ് മതസ്ഥ അതിനകത്ത് മുകളിലോട്ട് വന്ന് കുറ്റം പറഞ്ഞ കാര്യം വല്ലതും ഉണ്ടോ? ഈ സാധനം ഒന്ന് പിരിച്ചു കൊണ്ട് കൊണ്ടാവേണ്ടി.
അപ്പം തന്നെ കോൺഗ്രസ് നല്ല രീതിയിൽ ജനാധിപത്യം കൊണ്ടുപോകും. BJP-യിലോട്ട് വരട്ടെ, നോക്കാന്നേ, ജോസഫ് വരട്ടെ, രണ്ടുപേരെയും BJP-യിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അത് സ്വീകരിക്കാം, നമുക്ക് കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നന്നായിക്കളി ഇവിടെ വന്ന് കേരള കോൺഗ്രസ് ആയിട്ടല്ല BJP ആയിട്ട് വരണം. BJP ആയിട്ട് പറഞ്ഞു, അല്ലാതെ മറ്റേ കച്ചവടമൊന്നും വേണ്ട. പിന്നെ ഈ മദ്യ കച്ചവടവും അതിന്മേൽ ലാഭവും അഴിമതി ഇതൊന്നും പറ്റില്ല. മാന്യമായി അഴിമതിയില്ലാതെ +2 കച്ചവടമൊന്നും ഇല്ലാതെ മാന്യമായി നിൽക്കാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് BJP-യിലേക്ക് വരുന്നതിന് നമുക്ക് ആലോചിക്കാം. ഈ ക്രിസ്ത്യാനികളുടെ കാര്യം എന്താണ് ഇത്തവണ നടന്നത്? എന്താണ് താങ്കളുടെ വിലയിരുത്തൽ? BJP-യോട് പറയാം, ക്രിസ്ത്യാനി ഏറ്റവും മാന്യമായി BJP-യോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള നീക്കം പരസ്യമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുക ഞാൻ. അതിൻ്റെ ഭാഗമായി തൃശ്ശൂരെ വിജയം വളരെ വ്യക്തമാണ്. എല്ലാ മേഖലയിലും മാറ്റം ഉണ്ടായി. പക്ഷേ തിരുവനന്തപുരത്ത് മാത്രം സംഭവിച്ചു ഒളിച്ചു വെക്കാൻ പറയാം. ലാറ്റിൻ സമൂഹം വളരെ മാന്യമായ സമൂഹമാണ്, മത്സ്യത്തൊഴിലാളികൾ. ആ മേഖലയിലാണ് നമ്മുടെ BJP സ്ഥാനാർത്ഥി തോറ്റത്. അവർ തിരിച്ചടിച്ചു. അത് ഞാൻ പോയി അവരൊക്കെ കണ്ടത്. എന്താണ് അവർക്ക് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അവരോട് ചർച്ച ചെയ്യുന്നുണ്ട്. വലിയ BJP വിരോധമുണ്ട് അവിടെ, അവരുടെ ഇടയിലുണ്ട്, മത്സ്യത്തൊഴിലാളികൾ ഉണ്ടാക്കിയെടുത്തവരെ. അത് എന്താണ് കാരണം എന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. എന്നുവെച്ചാൽ ആ എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് ആ മത്സ്യത്തൊഴിലാളികളെ കൂടി തീർച്ചയായും BJP-യിൽ എത്തിക്കാനുള്ള ശ്രമം നടത്തും. താങ്കളെപ്പോലുള്ളവർ വന്നതൊരു കാരണമായിട്ടുണ്ടോ ക്രിസ്ത്യൻ വോട്ടുകൾ കൂടാൻ? ഇത് സ്വാഭാവികമല്ലേ. ഞാൻ വന്നെന്ന് പറഞ്ഞതുപോലെ തന്നെ എൻ്റെ മനസ്സ്, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, എൻ്റെ മനസ്സിനോടൊപ്പം സ്വാഭാവിക ക്രിസ്ത്യൻ മനസ്സുകൾ പ്രവർത്തിക്കുമെന്ന് ഞാൻ ചിന്തിക്കുക. ഞാൻ ക്രിസ്ത്യൻ മനസ്സിനോടൊപ്പം പ്രവർത്തിക്കുന്നവനാണ്. അപ്പോൾ എൻ്റെ മനസ്സ് ക്രിസ്ത്യാനിയുടെ മനസ്സിനോടൊപ്പം പോകും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ക്രിസ്ത്യാനികളുടെ ഒരു അംഗീകാരമുള്ള പാർട്ടിയായിട്ട്, പ്രത്യേകിച്ച് കേരളത്തിൽ BJP വളരണമെങ്കിൽ ഇനി ക്രിസ്ത്യാനി കിട്ടിയേ പറ്റൂ. ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിലും ഞാൻ പറയുന്നത്, ഇവിടെ ഇപ്പം ഈ ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദുമായിട്ട് പാലാപിതാവ് പറഞ്ഞു, എന്തൊരു ഗതികേടില്ല നമ്മുടെ നിൽപ്പ്. ഇതിന് മാറ്റം വരുത്തണമെങ്കിൽ ഇവിടുത്തെ ഹൈന്ദവരും ക്രൈസ്തവരും ഒന്നിച്ച് നിന്ന് മുന്നോട്ട് പോകണം. ഹൈന്ദവരും ക്രൈസ്തവരും മാത്രമല്ല, പാവപ്പെട്ട പിന്നോക്കജാതിയും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളൊക്കെ ഒറ്റക്കെട്ടായി മുന്നോട്ട് വന്നെങ്കിലേ നമുക്കിവിടെ രക്ഷപ്പെടാൻ പറ്റൂ. ഇല്ലെങ്കിൽ നമ്മളെ എല്ലാം കൂടെ കൊണ്ടുപോയി പാകിസ്ഥാനിൽ ചേർക്കും. അതിനിപ്പുറം നമുക്ക് ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകണം തന്നെ എൻ്റെ അഭിപ്രായം. മറ്റൊരു കാര്യം, ഈ കേരള കോൺഗ്രസ് എമ്മിനെയും UDF-ലേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ടോ? അത്തരം ക്ഷണങ്ങളൊക്കെ നേരത്തെ കണ്ടിരുന്നു. എന്തിനാ ആരിയ്ക്കുന്നു? UDF ചേർത്തിയാൽ UDF-ൻ്റെ കഷ്ടകാലമല്ലായിരുന്നത്. ആരിയ്ക്കുന്നു? മാണി എന്ന് പറഞ്ഞ് ഒരു വാർഡ് കമ്മിറ്റിയുള്ള സ്ഥലം ഏതാ പറയാം, കേൾക്കട്ടെ, പിന്നെ വർത്താമട്ട് കാര്യമുണ്ട്. പൂഞ്ഞാറ്റിൽ തന്നെ LDF-ൻ്റെ മാസ്ക മാണിയുടെ പാർട്ടി MLA വല്ല രക്ഷം കിട്ടിയോ ഇപ്പോൾ പാർലമെൻറ്റിൽ? അപ്പോൾ എല്ലായിടത്തും തകരയാണ് മാണി. ഈ മാണി രാഷ്ട്രീയമേ തീർന്നു. കേരളാക്കോ രാഷ്ട്രീയം തീരണം എന്നാണ് എൻ്റെ അഭിപ്രായം. വരുന്ന തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാറും കാഞ്ഞിരപ്പള്ളിയൊക്കെ ഒരു BJP അനുകൂല ഇതിലേക്ക് മാറാൻ സാധ്യതയുണ്ടോ? ഇത് കുറച്ച് പിന്നിലാണ്. യാതൊരു സംശയമില്ല. കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ, പാല പിന്നെ ചങ്ങനാശ്ശേരിയിൽ അതിൻ്റെ പ്രവർത്തനം ഉണ്ടാവും. പക്ഷേ പാല, പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി ഇത് BJP ഒറ്റയ്ക്ക് പിടിക്കും, ഒരു നിമിഷം വേണം. പാലയിൽ കാപ്പനും ജോസ് കെ മാണിയൊക്കെ ശക്തമായി നിൽക്കുകയാണ്. അതൊക്കെ വരട്ടെ. ജോസ് കെ മാണി ഒന്നും ഇല്ലെന്ന് എവിടെ മനുഷ്യൻ വല്ലതും ഉണ്ട്. കാപ്പൻ അതിനകത്ത്, കാപ്പൻ ഇനി ഏത് പാർട്ടിയാണ് ഇനി നടന്നൊരു കാര്യമുണ്ടോ? ഇങ്ങോട്ട് പോരട്ടെ. BJP തന്നെ കാപ്പന് അവസരമുണ്ടല്ലോ. കാപ്പൻ വരാൻ സാധ്യതയുണ്ടോ? അതറിയത്തില്ല, ഞങ്ങൾ കാപ്പനോട് ചോദിക്കുക. കാപ്പന് വരാൻ അവസരമുണ്ടെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. പൊതുവെ അതായത് ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ ഒരു തെരഞ്ഞെടുപ്പ് പോലെ ആയിരിക്കില്ല അല്ലേ? അതായത് കഴിഞ്ഞ തവണയും UDF-ന് വലിയ ഭൂരിപക്ഷം കിട്ടുന്നു, തൊട്ടടുത്ത് LDF അധികാരത്തിൽ വന്നിരുന്നു. ഇനി ഇത്തവണ ഈ 26 ഇലക്ഷൻ നടക്കില്ല. കാരണം CPM-ഉം കോൺഗ്രസും വീതിക്കും. അത് വീതിക്കുന്നത് ഒരു 110 സീറ്റായിരിക്കും വീതിക്കുന്നത് മാക്സിമം. അതിൽ കൂടുതൽ ഞങ്ങൾ 110 കൂട്ടിക്കും. അത് വീതിച്ചാൽ ആര് ഭൂരിപക്ഷം വരുമെന്ന് പറയാൻ പറ്റില്ല. അതാ ഞാൻ പറഞ്ഞ രണ്ടും അടിച്ച് നിൽക്കട്ടെ. അപ്പോൾ ഞങ്ങൾ നിശ്ചയിച്ചോളാം ആര് മുഖ്യമന്ത്രി ആവണം. അതാണ് അതിൻ്റെ BJP ആയിരിക്കും കിങ് മേക്കർ എന്ന് ഞാൻ കരുതുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതായിരുന്നു പറഞ്ഞിരുന്നത്. കഴിഞ്ഞ ഒന്നുമില്ലല്ലോ ഞങ്ങൾക്ക്. ഇത്തവണ ഞങ്ങൾക്ക് ഒരു 4 സീറ്റ് കിട്ടിയ നിലയാണ്, മനസ്സിലായില്ലേ, പാർലമെന്റിലേക്ക്. മാറ്റം ഉണ്ടാവും, സംശയമില്ല. ഒരു കാര്യം കൂടി, മണിപ്പൂർ തെരഞ്ഞെടുപ്പിൽ ബാധിച്ചില്ലേ? എന്താണ് ഈ മണിപ്പൂരിൽ നടന്നു എന്നാന്നുള്ള യഥാർത്ഥ സത്യം ഇവിടുത്തെ ജനങ്ങളെ അറിയിക്കുന്നില്ലല്ലോ. പിണറായി നമ്മുടെ കോൺഗ്രസ് എല്ലാം കൂടെ പറഞ്ഞുണ്ടാക്കുന്നത് എന്താ? മണിപ്പൂരിലെല്ലാം കൂടെ മോദിയാണ്. ഇന്ത്യൻ നെഹ്റുവിൻ്റെ കാലമുള്ള പ്രശ്നമാണ് മണിപ്പൂരിലത്, മനസ്സിലായില്ലേ? അതിന് വഴക്കുണ്ടാക്കിയിട്ട് എന്നാ കാര്യം? അവിടെ ശാശ്വത സമാധാനം ഉണ്ടാക്കണമെങ്കിൽ
ഒരു വിഭാഗത്തെ തല്ലിക്കൊന്ന് പറ്റുമോ? അത് വളരെയേറെ ചർച്ചകൾ ആവശ്യമാണ്. ആ ചർച്ചകളിലേക്ക് അമിത്ഷാ നീങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ കഴിയുമെന്ന് നോക്കാം. അത്രേ പറ്റുള്ളൂ അതിനകത്ത്. ഒരു കാര്യം കൂടി, ഈ നിതീഷ് കുമാറും ഒപ്പം തന്നെ അവരൊക്കെ കൂടി ഒരു കോയിലേഷൻ ഗവൺമെന്റ് ആണ്, അത് വലിയ പ്രതിസന്ധിയല്ലേ? ഒരു പ്രതിസന്ധിയില്ല. കാരണം എന്താ വെച്ചാൽ ഈ നിതീഷ് കുമാറിനൊന്നും ഇനി ഒരിടത്തോട്ടും പോകാൻ പറ്റില്ലെന്ന്. പുള്ളിക്ക് തന്നെ പേര് ദോഷമുണ്ട്. അത് മാറ്റണം അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹം മൊഴി കൊടുത്ത് ഇരുന്നോളൂ, കുഴപ്പമൊന്നുമില്ല. ഏതായാലും രാഷ്ട്രീയ വിശകലനങ്ങളാണ് PC ജോർജ് നടത്തിയത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം സംസ്ഥാനത്ത് ആര് ഭരിക്കണമെന്ന കാര്യം പോലും BJP ആയിരിക്കും തീരുമാനിക്കുക എന്നാണ് PC ജോർജ് വ്യക്തമാക്കിയത്. ഈരാറ്റുപേട്ടയിൽ നിന്നും G ശ്രീജിത്ത്, News 18.